നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടിനെ സ്നേഹിക്കുന്നവരാണ്. വീടെന്നാൽ കേവലം ചുവരുകളും മേൽക്കൂരകളും മാത്രമല്ല, അത് നമ്മുടെ സ്വസ്ഥതയുടെയും സന്തോഷത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഉറവിടമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളും ഏറ്റവും വലിയ സ്വപ്നങ്ങളും പിറവിയെടുക്കുന്നത് ഈ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിലാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഈ പ്രിയപ്പെട്ട വാസസ്ഥലം നാം അറിയാതെ തന്നെ ആവശ്യമില്ലാത്തതും ഉപയോഗശൂന്യവുമായ വസ്തുക്കളുടെ ഒരു ചവറ്റുകുട്ടയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അധികഭാരം നമ്മുടെ മനസ്സിനും ശരീരത്തിനും, എന്തിന് നമ്മുടെ സാമ്പത്തിക ഭാവിക്ക് പോലും ഒരുപോലെ ദോഷകരമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരുപാട് സാധനങ്ങൾ അടുക്കി വെച്ച ഒരു മുറിയിലിരിക്കുമ്പോൾ നമുക്കൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്നത്? നമ്മുടെ ചിന്തകൾക്ക് പോലും വ്യക്തത കുറഞ്ഞതായി തോന്നുന്നില്ലേ? ഇതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ചുറ്റുമുള്ള അലങ്കോലങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ്. ഒരു വീട് വൃത്തിയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തിനൊരു പുത്തൻ ഉണർവ് നൽകുന്നതിനായി നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ട, അല്ലെങ്കിൽ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട 12 പ്രധാനപ്പെട്ട സാധനങ്ങളെക്കുറിച്ചാണ്. ഈ ഓരോ വസ്തുവും നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ വെളിച്ചവും ശുദ്ധവായുവും പോസിറ്റീവ് എനർജിയും കൂടുതൽ സ്ഥലവും കടന്നു വരും. ഇതൊരു സാധാരണ വൃത്തിയാക്കൽ പ്രക്രിയയല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ വിപ്ലവം തന്നെയാണ്. ഒന്നാമതായി, ഉപയോഗശൂന്യമായ പഴയ വസ്ത്രങ്ങളും കീറിയ തുണികളും. നമ്മുടെ വീടുകളിൽ ഏറ്റവും വലിയ ഒരു ഊർജ്ജച്ചോർച്ചാ കേന്ദ്രം തന്നെയാണ് ഉപയോഗശൂന്യമായ വസ്ത്രശേഖരണം. ഒരു കാലത്ത് നമ്മൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന, വില കൊടുത്തു വാങ്ങിയ, എന്നാൽ ഇന്ന് സൈസ് ആവാത്തതോ മോഡൽ ഔട്ടായതോ അല്ലെങ്കിൽ കീറിയതോ ആയ എത്രയോ വസ്ത്രങ്ങൾ നമ്മുടെ അലമാരയുടെ മൂലയിൽ പൊടിപിടിച്ച് കിടക്കുന്നുണ്ടാവാം. ഒരു കാലത്ത് ഇത് എനിക്ക് പാകമാകും എന്നോ ഇതൊരു ദിവസം ഉപയോഗപ്രദമാകും എന്നോ ഉള്ള ചിന്താഗതിയിൽ ഇവ സൂക്ഷിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കളയുന്നത് സ്ഥലവും സമയവും പോസിറ്റീവ് എനർജിയുമാണ്. ഓരോ തവണ അലമാര തുറക്കുമ്പോഴും ഈ പഴയ വസ്ത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരാജയങ്ങളെയും കഴിഞ്ഞുപോയ കാലത്തെയുമാണ്. ഇത് നമ്മുടെ മാനസികാവസ്ഥയെ ബാധിക്കും. പഴയ വസ്ത്രങ്ങൾ ഒരുപാട് കെട്ടിക്കിടക്കുന്നത് പുതിയതിനെ സ്വീകരിക്കാനുള്ള സ്ഥലവും മനസ്സും ഇല്ലാതാക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉപയോഗിക്കാത്തതോ ഇനി ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്തതോ ആയ എല്ലാ വസ്ത്രങ്ങളെയും ഉടനടി തരംതിരിക്കണം. കീറിയതും പഴകിയതും തീരെ ഉപയോഗശൂന്യമായതും കളയുക. എന്നാൽ നല്ല നിലയിലുള്ള വസ്ത്രങ്ങൾ അത് ആവശ്യമായ ആർക്കെങ്കിലും ദാനം ചെയ്യുക. മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരുവാൻ നിങ്ങളുടെ പഴയ വസ്ത്രങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അലമാര തുറക്കുമ്പോൾ ഒരുപാട് വസ്ത്രങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതിനു പകരം നിങ്ങൾക്കിഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് ഏറ്റവും നന്നായി തോന്നുന്നതുമായ കുറഞ്ഞ വസ്ത്രങ്ങൾ മാത്രം ചിട്ടയായി അടുക്കി വച്ചാൽ ഓരോ ദിവസവും ഡ്രസ്സ് തിരഞ്ഞെടുക്കുന്നത് പോലും എത്രമാത്രം ആനന്ദകരമായ അനുഭവമായി മാറും. ഒന്ന് ആലോചിച്ചു നോക്കൂ. വസ്ത്രങ്ങൾ കുറയുമ്പോൾ അലമാരയിൽ കൂടുതൽ സ്ഥലവും നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ വ്യക്തതയും കൈവരുന്നു. രണ്ടാമതായി, തീയതി കഴിഞ്ഞ മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും. നമ്മുടെ ആരോഗ്യവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു വിഭാഗമാണ് മരുന്നുകളും സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളും. ഇവയെ വീട്ടിൽ സൂക്ഷിക്കുന്നതിൽ നമ്മൾ മറ്റെന്തിനേക്കാളും കൂടുതൽ ജാഗ്രത പുലർത്തണം. തീയതി കഴിഞ്ഞ മരുന്നുകൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് അപകടകരമാണ്. അബദ്ധവശാൽ ആരെങ്കിലും അത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. കാലഹരണപ്പെട്ട മരുന്നുകൾക്ക് അവയുടെ ഫലപ്രാപ്തി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വിഷകരമായി മാറുകയോ ചെയ്യാം. ഇതൊരു വലിയ ആരോഗ്യപരമായ ഭീഷണിയാണ്. അതുപോലെ തന്നെ പകുതി ഉപയോഗിച്ചതും തീയതി കഴിഞ്ഞതുമായ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളും ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നമ്മുടെ ചർമ്മത്തിന് ദോഷകരമാണ്. പഴയ ക്രീമുകളിലും ലോഷനുകളിലും മേക്കപ്പ് സാധനങ്ങളിലും ബാക്ടീരിയയും ഫംഗസും വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് അലർജിക്കും ചർമ്മരോഗങ്ങൾക്കും കാരണമാവാം.
അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിങ്ങളുടെ മരുന്ന് പെട്ടിയും ടോയ്ലറ്റിലെ റാക്കുകളും പരിശോധിക്കണം. കാലഹരണപ്പെട്ട മരുന്നുകൾ ഒരിക്കലും സാധാരണ മാലിന്യത്തിൽ കലർത്തരുത്. അവ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക. സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളുടെ കാര്യത്തിലും അവയുടെ ഉപയോഗ കാലാവധിയിലും എപ്പോഴും ശ്രദ്ധിക്കുകയും പഴയവ ഒഴിവാക്കുകയും ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. അതിലൊരു വിട്ടുവീഴ്ച പോലും വരുത്താതിരിക്കുക. മൂന്നാമതായി, അധികമുള്ളതും തകരാറിലായതുമായ പാത്രങ്ങളും അടുക്കള ഉപകരണങ്ങളും. അടുക്കള നമ്മുടെ വീടിൻ്റെ ഹൃദയമാണ്. എന്നാൽ പലപ്പോഴും അടുക്കള സാധനങ്ങളുടെ കാര്യത്തിൽ ഒരരാജകത്വം ഉണ്ടാവാറുണ്ട്. കൈപ്പിടി ഒടിഞ്ഞ കപ്പുകൾ, തകരാറിലായ പ്ലേറ്റുകൾ, ഒരേപോലെയുള്ള ഒരുപാട് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ, മൂടിയില്ലാത്ത പാത്രങ്ങൾ, തുരുമ്പിച്ച കത്തികൾ, ഉപയോഗിക്കാത്ത ഗാഡ്ജറ്റുകൾ. നിങ്ങളുടെ അടുക്കള ക്യാബിനുകൾ തുറന്നു നോക്കൂ. ഇവയിൽ എത്ര എണ്ണം അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാവാം. തകരാറിലായ പാത്രങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴോ വിളമ്പുമ്പോഴോ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അധികമായ സാധനങ്ങൾ അടുക്കളയിലെ പ്രവർത്തനക്ഷമതയെ തടസ്സപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം തപ്പിയെടുക്കാൻ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുന്നു. ഇത് നമ്മുടെ പാചകത്തിൻ്റെ ആസ്വാദ്യത കുറയ്ക്കും. അടുക്കളയിൽ ഒരു മിനിമലിസം കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. ഓരോ കാര്യത്തിനും ആവശ്യമായ പാത്രങ്ങൾ മാത്രം വയ്ക്കുക. തകരാറിലായതും പൊട്ടിയതും മോശമായതുമായ പാത്രങ്ങൾ ഒഴിവാക്കുക. മൂടി നഷ്ടപ്പെട്ട കണ്ടെയ്നറുകൾ കളയുക, അല്ലെങ്കിൽ അവയ്ക്കു പകരം പുതിയവ വാങ്ങുക. നിങ്ങൾ കഴിഞ്ഞ 6 മാസമായി ഉപയോഗിക്കാത്ത ഒരു ഉപകരണവും അടുക്കളയിൽ വെക്കേണ്ട കാര്യമില്ല. അടുക്കളയിൽ വൃത്തിയാക്കൽ നടത്തുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പാചകത്തെ കൂടുതൽ എളുപ്പമുള്ളതും കാര്യക്ഷമവുമായ ഒരു അനുഭവമാക്കി മാറ്റുകയാണ്. നാലാമതായി, കാലഹരണപ്പെട്ടതും പഴകിയതുമായ ഭക്ഷണ സാധനങ്ങൾ. ഫ്രിഡ്ജിലും അലമാരകളിലും സ്റ്റോർ റൂമുകളിലും നാം സൂക്ഷിക്കുന്ന കാലഹരണപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ഒരു വലിയ ആരോഗ്യപരമായ കുറ്റകൃത്യമാണ്. നിങ്ങൾ അറിയാതെ അബദ്ധവശാൽ ഇവ ഉപയോഗിക്കുന്നത് ഭക്ഷ്യവിഷബാധ പോലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. മാത്രമല്ല, പഴകിയ ഭക്ഷണ സാധനങ്ങൾ മറ്റു ഭക്ഷണങ്ങളിലേക്ക് അണുക്കളെയും ദുർഗന്ധത്തെയും പടർത്താനും സാധ്യതയുണ്ട്. സ്ഥലം പാഴാക്കുന്നു എന്നതാണ് മറ്റൊരു പ്രശ്നം. കാലഹരണപ്പെട്ടതോ തുറന്നു വെച്ച് ഒരുപാട് നാളായതോ ആയ മസാലകൾ, ധാന്യങ്ങൾ, ടിന്നിലടച്ച ഭക്ഷണസാധനങ്ങൾ, ബോട്ടിലിലുള്ള സോസുകൾ, കട്ടിയായി പോയ എണ്ണകൾ എന്നിവ ഉടനടി ഒഴിവാക്കണം. ആദ്യം വാങ്ങിയത് ആദ്യം ഉപയോഗിക്കുക എന്ന തത്വം അടുക്കളയിൽ കർശനമായി പാലിക്കുക. എല്ലാ മാസവും ഒരു ദിവസം ഫ്രിഡ്ജും പാൻട്രിയും സ്റ്റോർ റൂമുകളും നന്നായി പരിശോധിക്കുകയും തീയതി കഴിഞ്ഞ എല്ലാ സാധനങ്ങളും എടുത്ത് കളയുകയും ചെയ്യുക. ചിലപ്പോൾ പണം ലാഭിക്കാൻ വേണ്ടി കൂടുതൽ അളവിൽ സാധനങ്ങൾ വാങ്ങുന്നത് അത് ഉപയോഗിക്കാതെ കളയുന്നതിലൂടെ കൂടുതൽ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക. ഭക്ഷണം പാഴാക്കരുത്, പക്ഷേ ആരോഗ്യം അപകടത്തിലാക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണം എല്ലായ്പ്പോഴും പുതിയതും സുരക്ഷിതവുമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അഞ്ചാമതായി, പഴയതും പ്രവർത്തിക്കാത്തതുമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ചാർജറുകളും. നമ്മുടെ വീടുകളിൽ ഒരു ഭൂതത്തെ പോലെ ഒളിച്ചിരിക്കുന്ന ഒന്നാണ് പഴയതും പ്രവർത്തിക്കാത്തതുമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. കേടായ മൊബൈൽ ഫോണുകൾ, പൊട്ടിയ ലാപ്ടോപ്പുകൾ, ഉപയോഗശൂന്യമായ റിമോട്ടുകൾ, ഏത് ഉപകരണത്തിൻ്റെതാണെന്ന് അറിയാത്ത ചാർജറുകൾ, പകുതി പ്രവർത്തിക്കുന്ന ഹെഡ്സെറ്റുകൾ. ഇത്തരം ഈ മാലിന്യങ്ങൾ നമ്മുടെ വീട്ടിൽ അടിഞ്ഞുകൂടുന്നത് ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ്. ഈ ഉപകരണങ്ങളിൽ വിഷാംശമുള്ള രാസവസ്തുക്കൾ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇവ കൃത്യമായി നീക്കം ചെയ്തില്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷകരമാണ്. മാത്രമല്ല, ചാർജറുകളുടെയും കേബിളുകളുടെയും ഒരു കുരുക്ക് നമ്മുടെ ഡ്രോയറുകളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം കണ്ടുപിടിക്കാൻ പ്രയാസമാവുകയും മൊത്തത്തിൽ ഒരലങ്കോല പ്രതീതി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനിയൊരിക്കലും നന്നാക്കാനോ ഉപയോഗിക്കാനോ സാധ്യതയില്ലാത്ത എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും അവയുടെ അനുബന്ധ സാധനങ്ങളെയും ഉടനടി ഒഴിവാക്കുക. ഇവയെ സാധാരണ ചവറ്റുകുട്ടയിൽ ഇടുന്നതിനു പകരം ഈ മാലിന്യം ശേഖരിക്കുന്ന കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ റീസൈക്ലിംഗ് പ്രോഗ്രാമുകൾ വഴിയോ മാത്രം നീക്കം ചെയ്യുക. ഇത് നമ്മുടെ പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വം കൂടിയാണ്. പ്രവർത്തിക്കാത്ത ഉപകരണങ്ങൾ ഒഴിവാക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് സ്ഥലം നൽകാൻ സാധിക്കും. ആറാമതായി, പഴയതും വികാരപരമായി ബന്ധമില്ലാത്തതുമായ സമ്മാനങ്ങളും ഓർമ്മക്കുറിപ്പുകളും.
പലപ്പോഴും നമുക്ക് കിട്ടിയ സമ്മാനങ്ങൾ ഒരു വികാരപരമായ ഭാരമായി മാറാറുണ്ട്. ഇഷ്ടമില്ലാത്തതും ഉപയോഗമില്ലാത്തതുമായ ആളുകൾ തന്ന സമ്മാനങ്ങൾ, അല്ലെങ്കിൽ ഒരു ബന്ധം അവസാനിച്ച ശേഷം കിട്ടിയ ഓർമ്മക്കുറിപ്പുകൾ, ഇവയൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥലം പിടിക്കുമ്പോൾ അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വേദനയോ അസംതൃപ്തിയോ അല്ലെങ്കിൽ പൂർത്തിയാകാത്ത കാര്യങ്ങളോ ആകാം. നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു സമ്മാനം വീട്ടിൽ വയ്ക്കുന്നത് ആ വസ്തുവിനോട് നമ്മൾ നീതികേട് കാണിക്കുന്നതിന് തുല്യമാണ്. അതിൻ്റെ യഥാർത്ഥ മൂല്യം അറിയുന്ന ഒരാൾക്ക് അത് ഉപകാരപ്രദമാവട്ടെ. നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി തന്ന സമ്മാനം നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തേണ്ട ഒരു വസ്തുവായിരിക്കണം, അല്ലാതെ ഒരു സ്ഥലം മുടക്കിയായി മാറരുത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിലധികമായി നിങ്ങൾ ഉപയോഗിക്കുകയോ കാണുകയോ ചെയ്യാത്ത, നിങ്ങൾക്ക് പോസിറ്റീവ് വൈബ്സ് തരാത്ത സമ്മാനങ്ങളെയും ഓർമ്മക്കുറിപ്പുകളെയും ഒഴിവാക്കുക. ഇതൊരു വ്യക്തിയെ നിങ്ങൾ മറക്കുന്നു എന്നതിനർത്ഥമില്ല, മറിച്ച് നിങ്ങളുടെ മാനസിക ഇടം നിങ്ങൾ വൃത്തിയാക്കുന്നു എന്നതിനാണ്. നല്ല നിലയിലുള്ള സമ്മാനങ്ങൾ മറ്റാർക്കെങ്കിലും ദാനം ചെയ്യുക. ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ സുരക്ഷിതമാണ്. അവയെ സൂക്ഷിക്കാൻ ഭൗതികമായ വസ്തുക്കൾ ആവശ്യമില്ല. ഏഴാമതായി, കാലപ്പഴക്കമുള്ള പുസ്തകങ്ങളും മാസികകളും. പുസ്തകങ്ങൾ അറിവിൻ്റെ കലവറയാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ നിങ്ങളുടെ ഷെൽഫുകളിൽ പൊടിപിടിച്ചു കിടക്കുന്ന കാലഹരണപ്പെട്ട മാസികകളും ഗൈഡുകളും ഉപയോഗശൂന്യമായ നോട്ട് ബുക്കുകളും നിങ്ങളുടെ അറിവിൻ്റെ ലോകത്തിന് ഒരു ഭാരമായി മാറാൻ സാധ്യതയുണ്ട്. പഴയ ഫോൺ ബുക്കുകൾ, കഴിഞ്ഞ വർഷത്തെ കലണ്ടറുകൾ, 10 വർഷം മുൻപുള്ള എൻട്രൻസ് ഗൈഡുകൾ, കീറിപ്പറിഞ്ഞതും മഷി പടർന്നതുമായ കുട്ടികളുടെ പഴയ നോട്ട് ബുക്കുകൾ, ഇവയെല്ലാം സ്ഥലം അപഹരിക്കുക മാത്രമല്ല, വീടിൻ്റെ വൃത്തിയുള്ള പ്രതീതിയെ നശിപ്പിക്കുകയും ചെയ്യും. പുസ്തകങ്ങൾക്ക് എപ്പോഴും ഒരു രണ്ടാം ജീവിതം നൽകാൻ സാധിക്കും. നിങ്ങൾ ഇനി വായിക്കാനോ റഫർ ചെയ്യാനോ സാധ്യതയില്ലാത്ത നല്ല നിലയിലുള്ള പുസ്തകങ്ങൾ ലൈബ്രറികൾക്കോ ചാരിറ്റി സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ പുസ്തകപ്രേമികളായ സുഹൃത്തുക്കൾക്കോ നൽകുക. പഴയ മാസികകളും പേപ്പറുകളും റീസൈക്ലിങ്ങിനായി നൽകണം. ഉപയോഗശൂന്യമായ നോട്ട് ബുക്കുകൾ കീറിയെടുത്ത് ഉപയോഗിക്കാത്ത പേജുകൾ മാത്രം ഒരു പുതിയ ബൈൻഡിൽ ചേർത്ത് സ്ക്രാപ്പ് ബുക്കായി മാറ്റുകയോ അല്ലെങ്കിൽ പേപ്പർ മാലിന്യമായി ഒഴിവാക്കുകയോ ചെയ്യാം. നിങ്ങളുടെ പുസ്തക ഷെൽഫ് നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതും പ്രചോദനം നൽകുന്നതുമായ അറിവുകൾ മാത്രം സൂക്ഷിക്കുന്ന ഒരിടമായി മാറണം. എട്ടാമതായി, ഉപയോഗിക്കാത്ത ഹോബികളുടെ സാധനങ്ങളും വ്യായാമ ഉപകരണങ്ങളും. ഒരു പുതിയ തുടക്കത്തിൻ്റെ വാഗ്ദാനമായി നമ്മൾ വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങളിൽ മുൻപന്തിയിലാണ് വിനോദോപാധികൾ. വ്യായാമ ഉപകരണങ്ങളും ആവേശം കൊണ്ട് വാങ്ങിയ ചിത്രരചനാ സെറ്റുകൾ, തുന്നൽ മെഷീനുകൾ, സംഗീതോപകരണങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് പണമിറക്കി വാങ്ങിയ ട്രെഡ്മില്ലുകൾ, സൈക്കിളുകൾ, ഇവയൊക്കെ കുറച്ചുനാൾ ഉപയോഗിച്ച ശേഷം ഇന്ന് നിങ്ങളുടെ വീടിൻ്റെ ഒരു മൂലയിൽ പശ്ചാത്താപത്തിൻ്റെ പ്രതീകമായി കിടപ്പുണ്ടാവാം. ഈ സാധനങ്ങൾ നിങ്ങളുടെ പൂർത്തിയാകാത്ത സ്വപ്നങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിന് ഒരുതരം ഭാരം നൽകുന്നു. നിങ്ങൾ കഴിഞ്ഞ 6 മാസത്തിലധികമായി ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഹോബി സാധനങ്ങൾ ഉണ്ടെങ്കിൽ 2 തീരുമാനങ്ങൾ എടുക്കുക. ഒന്നുകിൽ അത് വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരു ട്രെഡ്മിൽ നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും വിലയേറിയ സ്ഥലം അപഹരിക്കുക മാത്രമല്ല, നിങ്ങളുടെ പണം നിഷ്ഫലമായി കിടക്കുന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ ഉപകരണങ്ങൾ ആവശ്യമുള്ള മറ്റൊരാൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ ദാനം ചെയ്യുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് പണം തിരികെ ലഭിക്കാനും ആ സാധനങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകാനും സാധിക്കും. നിങ്ങളുടെ വീട് നിങ്ങളുടെ വർക്ക്ഷോപ്പായി മാറണം, അല്ലാതെ പരാജയപ്പെട്ട സ്വപ്നങ്ങളുടെ ഒരു ഗോഡൗണായി മാറരുത്. 9ാമതായി, പഴകിയ കിടക്കവിരികളും ടവലുകളും. നമ്മുടെ കിടപ്പുമുറിയുടെയും കുളിമുറിയുടെയും ശുചിത്വത്തെയും സുഖസൗകര്യങ്ങളെയും നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നവയാണ് കിടക്കവിരികളും ടവലുകളും. എന്നാൽ നിറം മങ്ങിയതും കീറിയതും ഒരുപാട് തവണ കഴുകിയതുകൊണ്ട് കട്ടിയായതുമായ പഴയ ടവലുകൾ, അല്ലെങ്കിൽ ഓട്ട വീണതും മങ്ങിപ്പോയതുമായ കിടക്കവിരികൾ നമ്മുടെ വീടിൽ ഒരുപാടുണ്ടാവാം. ഇത്തരം സാധനങ്ങൾ വൃത്തിഹീനമായ ഒരു തോന്നലുണ്ടാക്കുകയും നമ്മുടെ ഉറക്കത്തിൻ്റെ ഗുണമേന്മയെ ബാധിക്കുകയും ചെയ്യും. പുതിയതും വൃത്തിയുള്ളതുമായ ബെഡ്ഷീറ്റുകളിൽ ഉറങ്ങുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. അതുപോലെ കട്ടിയായ ടവലുകൾ ചർമ്മത്തിനത്ര സുഖകരമായിരിക്കുകയില്ല. പഴയതും തീരെ ഉപയോഗശൂന്യവുമായ ടവലുകളും ബെഡ്ഷീറ്റുകളും മാലിന്യമായി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അവയെ ചെറിയ തുണിക്കഷ്ണങ്ങളാക്കി ക്ലീനിങ് തുണികളാക്കി മാറ്റുകയോ ചെയ്യാം. ഓരോ കിടക്കയ്ക്കും ആവശ്യത്തിന് മാത്രം കിടക്കവിരികൾ സൂക്ഷിക്കുക.
വൃത്തികെട്ടതും പഴകിയതുമായ ടവലുകൾ ഒഴിവാക്കുന്നത് നിങ്ങളുടെ ബാത്റൂമിൽ ഒരു പുതിയ ലുക്ക് നൽകുകയും മൊത്തത്തിൽ ഒരു ഫ്രഷ്നെസ് അനുഭവിക്കുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. വൃത്തിയുള്ള ബെഡ്ഷീറ്റുകൾക്ക് മറ്റൊരു ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാൻ കഴിവുണ്ട്. 10ാമതായി പഴയ പേപ്പറുകളും ബില്ലുകളും രസീതുകളുമാണ്. വീടുകളിൽ ഏറ്റവും വലിയ ഒരു ക്രമക്കേട് ഉണ്ടാക്കുന്ന ഘടകമാണ് പേപ്പറുകൾ. കാലഹരണപ്പെട്ട ബില്ലുകൾ, പഴയ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, നികുതി സംബന്ധമായ രേഖകൾ, ഉൽപ്പന്നങ്ങളുടെ ഗ്യാരണ്ടി കഴിഞ്ഞ രസീതുകൾ, ഉപയോഗശൂന്യമായ എഴുത്തുകൾ, ഇൻഷുറൻസ് പോളിസിയുടെ പഴയ കോപ്പികൾ ഇവയെല്ലാം നമ്മുടെ വീട്ടിൽ ചിതറിക്കിടക്കുന്നത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്ററി ആവശ്യമായി വരുമ്പോൾ ഈ പേപ്പർ മല തപ്പുന്നത് എത്രമാത്രം വിരസമായ അനുഭവമാണ് എന്ന് നമുക്കറിയാം. പഴയതും ആവശ്യമില്ലാത്തതുമായ എല്ലാ പേപ്പറുകളും ഉടനടി തരംതിരിക്കുക. സാമ്പത്തികപരമായ രേഖകൾ, നികുതി സംബന്ധമായ രേഖകൾ എന്നിവയുടെ നിയമപരമായ സമയപരിധി മനസ്സിലാക്കി അതിനുശേഷം അവയെ നശിപ്പിച്ചു കളയുക. രസീതുകളും ഗ്യാരണ്ടി പേപ്പറുകളും അതത് ഉൽപ്പന്നങ്ങളുടെ കാലയളവ് അനുസരിച്ച് മാത്രം സൂക്ഷിക്കുക. ഇന്ന് മിക്കവാറും എല്ലാ ബില്ലുകളും സ്റ്റേറ്റ്മെന്റുകളും ഡിജിറ്റലായി ലഭ്യമാണ് എന്നോർക്കുക. ആവശ്യമുള്ളവയെല്ലാം സ്കാൻ ചെയ്ത് ഡിജിറ്റൽ രൂപത്തിൽ സേവ് ചെയ്ത ശേഷം അതിൻ്റെ പേപ്പർ കോപ്പികൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതം. നിങ്ങളുടെ പേപ്പർ വർക്കുകൾ ചിട്ടപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ പോലും കൂടുതൽ വ്യക്തവും സുതാര്യവുമാകാൻ സാധ്യതയുണ്ട്. 11ാമതായി പൊട്ടിയതും കേടായതുമായ സംഭരണ പാത്രങ്ങളും പ്ലാസ്റ്റിക് കവറുകളും. നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വിഷയമാണ്. പൊട്ടിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ, മൂടിയില്ലാത്ത പാത്രങ്ങൾ, ഒരുപാട് ഉപയോഗിച്ചതുകൊണ്ട് രൂപം മാറിയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, അതുപോലെ നമ്മുടെ വീട്ടിലെ ഒരു മൂലയിൽ കൂമ്പാരമായി കിടക്കുന്ന ഒരുപാട് പ്ലാസ്റ്റിക് കവറുകൾ ഇവയെല്ലാം സ്ഥലം അപഹരിക്കുകയും ഒരുതരം അവഗണനയുടെ പ്രതീതി ഉണ്ടാക്കുകയും ചെയ്യും. പൊട്ടിയ പാത്രങ്ങൾ ഭക്ഷണം സൂക്ഷിക്കാൻ സുരക്ഷിതമല്ല. മാത്രമല്ല, അനിയന്ത്രിതമായി കുന്നുകൂടുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഒരുതരം മാലിന്യ സംസ്കാരം നമ്മുടെ വീട്ടിൽ വളർത്തുന്നു. കേടായ എല്ലാ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളും ഒഴിവാക്കുക. മൂടി നഷ്ടപ്പെട്ടവയെ കളയുകയോ അല്ലെങ്കിൽ അവയ്ക്കു പകരം പുതിയ മൂടികൾ വാങ്ങുകയോ ചെയ്യുക. പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കുന്നതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. 1-2 തുണിസഞ്ചികൾ എപ്പോഴും കയ്യിൽ കരുതുക. നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറുകളിൽ ഏറ്റവും നല്ലതും ശക്തവുമായ കുറച്ചെണ്ണം മാത്രം സൂക്ഷിക്കുക. ബാക്കിയുള്ളവ റീസൈക്ലിങ്ങിനായി നൽകുക. നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് നമ്മുടെ പരിസ്ഥിതിയോടുള്ള ബഹുമാനം കൂടിയാണ്. 12ാമതായി പകുതി ഉപയോഗിച്ചതും നിലവാരമില്ലാത്തതുമായ വൃത്തിയാക്കൽ ഉൽപ്പന്നങ്ങളാണ്. വൃത്തിയാക്കൽ എന്നത് ഒരു കലയാണ്. എന്നാൽ അത് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ അലങ്കോലമായി കിടക്കുകയാണെങ്കിൽ നമ്മുടെ വൃത്തിയാക്കൽ പ്രക്രിയ പാതി വഴിയിൽ നിലയ്ക്കും. പല ആവശ്യങ്ങൾക്കായി വാങ്ങിക്കൂട്ടിയ പകുതി മാത്രം ഉപയോഗിച്ചതും പഴയതുമായ ക്ലീനിങ് ലോഷനുകൾ, തറ വൃത്തിയാക്കുന്ന ദ്രാവകങ്ങൾ, പകുതി തീർന്ന സോപ്പുകൾ, നിലവാരമില്ലാത്തതും വൃത്തിയായി തുടയ്ക്കാൻ കഴിയാത്തതുമായ സ്പോഞ്ചുകൾ, തുണികൾ ഇവയെല്ലാം നമ്മുടെ സ്റ്റോർ റൂമിലോ ബാത്റൂമിലോ തിരക്ക് കൂട്ടാൻ കാരണമാകും. കുറഞ്ഞ നിലവാരമുള്ള ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ വൃത്തിയാക്കൽ പ്രക്രിയ കൂടുതൽ കഠിനവും ഫലപ്രദമല്ലാത്തതുമായി മാറും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ മികച്ച ഉപകരണങ്ങൾ ഉപയോഗിക്കുക. തീരാറായ ലോഷനുകൾ ഉപയോഗിച്ച് തീർക്കുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കുകയോ ചെയ്യുക. ഒരുപാട് ബോട്ടിലുകൾ കൂട്ടിവെക്കുന്നതിന് പകരം മൾട്ടിപർപ്പസ് ക്ലീനറുകൾ ഉപയോഗിച്ച് സാധനങ്ങൾ കുറയ്ക്കുക. നിങ്ങളുടെ ക്ലീനിങ് സാധനങ്ങൾ ഒരുമിച്ച് ഒരിടത്ത് വൃത്തിയായി അടുക്കി വയ്ക്കുക. വൃത്തിയായി അടുക്കി വെച്ച ക്ലീനിങ് സാധനങ്ങൾ നിങ്ങളുടെ വീട് വൃത്തിയാക്കാനുള്ള പ്രചോദനം വർദ്ധിപ്പിക്കും. കൂട്ടിവെക്കുക എന്ന ചിന്താഗതിയിൽ നിന്നും ഒഴിവാക്കുക എന്ന ചിന്താഗതിയിലേക്ക് ഒരു മാറ്റം വരുത്തേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. ഓരോ വസ്തുവും ഒഴിവാക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്ഥലം, സമയം, മാനസികാവസ്ഥ എന്നിവ തിരികെ കൊണ്ടുവരികയാണ്. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ അവയിലായിരിക്കും. അത് നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മെ അകറ്റും. എന്നാൽ ചുരുങ്ങിയതും ആവശ്യമുള്ളതുമായ സാധനങ്ങൾ മാത്രം നിലനിർത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ സഹായിക്കും. മിനിമലിസം ഒരു ജീവിതശൈലിയാണ്. അത് കേവലം സാധനങ്ങൾ കുറയ്ക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന് മൂല്യമുള്ളത് എന്തിനാണ് എന്ന് തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണ്.
അതുകൊണ്ട് ഇന്ന് തന്നെ ഈ ശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കുക. ഓരോ ചെറിയ മാറ്റവും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മനസ്സിലും ഒരു പുതിയ വെളിച്ചം കൊണ്ടുവരും. നിങ്ങളുടെ വീട് കൂടുതൽ വിശാലമായതും ശാന്തമായതും പ്രചോദനാത്മകവുമായ ഒരിടമായി മാറട്ടെ. ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾ തയ്യാറെടുക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.